സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. കലോത്സവ വേദികളിൽ ഓരോ മത്സരങ്ങളും ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഏറെ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് കലോത്സവം സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി കെ രാജൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ഇത്തവണത്തെ കലോത്സവം കലാപാരമ്പര്യത്തിന് പുതിയ ചരിത്രം കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലോത്സവത്തിലെ യക്ഷഗാന മത്സര വേദിയിലെത്തിയപ്പോഴായിരുന്നു മന്ത്രി അമൃത വാർത്തയോട് കലോത്സവ വിശേഷങ്ങൾ പങ്കുവച്ചത്. മിനിസ്റ്റർ, എങ്ങനെയുണ്ട് ഈ യക്ഷഗാന മത്സരത്തിൻ്റെയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും? അതിഗംഭീരമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുമ്പോൾ 64ാമത് സ്കൂൾ യുവജനോത്സവം സംഘാടനം കൊണ്ടും അവതരണം കൊണ്ടും അതിഗംഭീരമാകും എന്നാണ് പറയാൻ കഴിയുന്നത്. 25 വേദികളിൽ ഞാൻ പോയിരുന്നു. എല്ലായിടത്തും നല്ല തയ്യാറെടുപ്പാണ്. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ പ്രവർത്തനങ്ങളിലാണ്. ആത്മസംതൃപ്തിയാണിപ്പോൾ. എല്ലാവരോടും ചോദിക്കുമ്പോൾ സാമാന്യം നല്ല ഒരുക്കങ്ങൾ നേരത്തെ മുതലേ നടന്നിരുന്നു. കുട്ടികളുടെ പെർഫോമൻസ് അതിഗംഭീരമാണ്. സാധാരണത്തിൽ നിന്നൊക്കെ വലിയ ഗ്രേഡിലാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ പുതിയ ഒരു വൻ ടീമിനെ മലയാളത്തിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ചേർന്ന്, അമൃതയും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് ഈ കലോത്സവത്തെ ലോകത്തിൻ്റെ ഓരോ കോണിലും ഇരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലെത്തി. നമുക്ക് സമയക്രമം അനുസരിച്ച് മത്സരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂർത്തീകരിച്ചു. അത് നമുക്ക് അഭിമാനിക്കാനും ഒപ്പം നമ്മുടെ ആ ഒരു സംഘാടന മികവും ഒക്കെ അല്ലേ. ഇന്നലെ നമ്മൾ അതിഗംഭീരമായി ശ്രദ്ധിച്ചു. രാവിലെ ഞാനും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുത്തുകൊണ്ട് സ്റ്റേജ് മാനേജർമാരുടെയും ജില്ലാ മാനേജർമാരുടെയും യോഗം നടക്കും. ഉച്ചയ്ക്ക് വീണ്ടും പ്രോഗ്രാം കമ്മിറ്റിയുമായി യോഗം നടക്കും. 6 മണിക്ക് വീണ്ടും അവസാനിക്കാത്ത കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളൊന്ന് പോകും. ഇന്നലെ അവസാനം നടന്ന കേന്ദ്രങ്ങളെല്ലാം 10 മണിക്ക് ശേഷവും ഞങ്ങളെല്ലാവരും നേരിട്ട് പോരും. അതുകൊണ്ട് നല്ലൊരു അച്ചടക്കം ഉത്തരവാദ കലോത്സവത്തിൽ ഉത്തരവാദിത്വം കുട്ടികൾക്ക് മാത്രമല്ല സംഘാടകർക്കും ഉണ്ട്. അത് പാലിക്കാൻ പരമാവധി നോക്കുന്നുണ്ട്. കുട്ടികളൊക്കെ തന്നെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഗംഭീരമായ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. കാര്യം ഒന്നും മെച്ചം, ജഡ്ജസിന് പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ ഇപ്പം നമ്മൾ വന്നിരുന്ന് കാണുന്നില്ലേ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ അവതരിപ്പിച്ചിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര മികവോട് കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിഗംഭീരമാണ്. ഇന്നലെ ഇവർ തിരുവനന്തപുരംകാരുടെ ഈ മത്സരത്തിൻ്റെ ട്രെയിനിങ് നടത്തുന്നിടത്ത് ഞാൻ പോയി. ഗംഭീരം. ഓരോരുത്തരും ഓരോ ഗംഭീരമായിട്ടുള്ള അവസരമാണ്. കുട്ടികൾ കലക്കി കൊടുക്കുന്ന അവരുടെ ആത്മസമർപ്പണം അല്ലേ, അത് തന്നെയാണ് നമ്മൾ കലോത്സവ വേദികളുടെ ഒരു മുതൽക്കൂട്ട്. ഇന്നലെ തന്നെ ഔസേപ്പച്ചനോടൊപ്പം 4 കുട്ടികൾ പാടിയ വാർത്ത കണ്ടു. യഥാർത്ഥത്തിൽ നമ്മുടെ 2ാം സ്കൂൾ യുവജനോത്സവം 1958 നടക്കുമ്പോൾ 2 പ്രതിഭകളെ അത് മലയാളത്തിന് സമ്മാനിച്ചു. ഒന്ന് യേശുദാസും മറ്റൊന്ന് പി ജയേന്ദ്രനും. ലളിതഗാന മത്സരത്തിൽ 1ഉം 2ഉം സമ്മാനങ്ങൾ നേടിയ ആളുകളാണ് അവർ. ഇനി ലോകമുള്ളിടത്തോളം കാലം അവരുടെ പാട്ടുകൾ, ജയേട്ടൻ മരണപ്പെട്ടു 1 വർഷമായി. ദാസേട്ടൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയുമായി മുന്നോട്ട് പോകുന്നു. മലയാളത്തിൻ്റെ ഭാവഗായകനും ഗാനഗന്ധർവനും 58ലെ സ്കൂൾ കലോത്സവം 2ാമത് സ്കൂൾ കലോത്സവം കേരളത്തിന് സമ്മാനിച്ചാണ്. അങ്ങനെ നിരവധി പ്രതിഭകൾ. ഇന്നലെ നാടകവേദിയിലൊക്കെ എന്തൊരു ആവേശമായിരുന്നു. അപ്പോൾ ഒന്നും പേടിക്കണ്ട, കൈരളി വളരെ ശക്തമാണ്. മലയാളത്തിന് ഇനിയും ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ പറ്റുമെന്ന് ഈ കുട്ടികൾ തെളിയിക്കുന്നുണ്ട്. കലോത്സവം തൃശ്ശൂർ വരുമ്പോൾ ഒരു സാംസ്കാരിക നിലയത്തിൽ അല്ലെങ്കിൽ സാംസ്കാരിക മികവ് പുലർത്തുന്ന ഒരിടത്ത് തന്നെ ഈ കലോത്സവം നടക്കുന്നു. തൃശ്ശൂർ ജില്ല കഴിഞ്ഞ തവണ കപ്പെടുത്തതാണ്. ഇത്തവണ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ അവരുടെ പ്രകടനം? അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു കലോത്സവമല്ല, ഇതൊരു കലാപൂരമാണ്. നല്ല ഇലഞ്ഞിത്തറ മേളം കുട്ടികൾ കേട്ടു, കൊട കണ്ടു, പുലിക്കളി കണ്ടു. ഇനി ഓരോ മിനിറ്റും അത്ഭുതങ്ങൾ കാണാനിരിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരിക തലസ്ഥാനയിലെ എല്ലാ മനുഷ്യരും അത്ര സ്നേഹത്തോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ പരാതികളൊന്നുമില്ലാതെ പോകാൻ കഴിയുന്നത് നമുക്ക് ആത്മസംതൃപ്തി നൽകുന്നു. വലിയ ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയുമാണ്. ഇനി ഒരു പരാതിയില്ലാതെ 18-ാം തീയതി വൈകുന്നേരം വരെ അത്ര ശ്രദ്ധയോടെ ഞങ്ങൾ നോക്കും. ഒരു പ്രയാസവും ഉണ്ടാകില്ല. എല്ലാവർക്കും ആവശ്യപ്പെട്ടത് അപ്പോൾ പരിഹരിക്കും. കൺട്രോൾ റൂമുണ്ട്. ഒരു പരാതി കിട്ടിയാൽ അപ്പം ഞങ്ങളുടെ എല്ലാ മൊബൈലിൽ വരും. അപ്പോൾ തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം. അപ്പീലുകളുടെ കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ, അപ്പീലുകളുടെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ നിലവിൽ മന്ത്രിയുടെ ശ്രദ്ധയില്ല? ഇതുവരെ ഇല്ല. അപ്പീലുകൾ ചിലത് വരുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യ 7ഉം 9ഉം വരെയൊക്കെ വന്ന ഇനങ്ങളുണ്ട്. പക്ഷെ അപ്പീലുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റിയും വിദ്യാഭ്യാസ വകുപ്പും ജഡ്ജ്മെൻറ്റ് പരിപാടി
അവർ നേരിട്ട് നോക്കുകയാണ്. സംഘാടകർക്കോ മന്ത്രിമാർക്കോ ഞങ്ങൾക്കൊന്നും ഒരു പങ്കില്ല. ഈ ഇടനിലക്കാർ ഇതിൽ വരുന്നു എന്നൊരു ഒരു സംശയം നമുക്കുണ്ട്. ശ്രദ്ധയോടെ ഇല്ലാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും ഈ കലോത്സവം ഒരു മാതൃകയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എല്ലാവിധ അഭിനന്ദനങ്ങളും മിനിസ്റ്റർ. വളരെ നല്ല കലോത്സവം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ് മന്ത്രി. അദ്ദേഹം യക്ഷഗാനം ഇനി ആസ്വദിക്കേണ്ടതുണ്ട്. അപ്പോൾ യക്ഷഗാന മത്സരം ആ വേദിയിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. മത്സരങ്ങൾ ഇനിയും ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഇതിനായുള്ള ഒരുക്കങ്ങളിലും ഒക്കെ തയ്യാറെടുത്ത് വരുന്നു. അവർക്കിനി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ മത്സരത്തിലേക്ക് എത്തേണ്ടതുണ്ട്.